ഓക്കെ ജയകൃഷ്ണൻ, ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിലപാടിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇപ്പോൾ ശ്രീ റോണി കെ ബേബി MLA പറയുന്നു PM ശ്രീ പദ്ധതി തുടരാനൊന്നുമല്ല തുടരാനെന്ന് പറയാനും പറ്റില്ലല്ലോ, കാരണം അത് നടപ്പായി തുടങ്ങിയിട്ടില്ല. കേരളത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇല്ലല്ലോ, സംസ്ഥാന സർക്കാരിൻ്റെ സ്കൂളുകളിൽ ഇല്ലല്ലോ, അപ്പോൾ തുടരുന്നു എന്ന് പറയാനും പറ്റില്ല. ഇപ്പോഴെടുത്ത തീരുമാനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങുകയാണോ ചെയ്യുന്നത് UDF? തീർച്ചയായും ഇൻട്രോ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു ശ്രമമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ സംസാരിക്കുന്ന MLAയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഇതിൽ പഠിക്കാനുള്ളത്? എന്ത് പഠിച്ചിട്ടാണ് 6 മാസം മുമ്പ് ഇതിനെ എതിർത്തത്? അന്ന് എതിർത്തവർക്ക് പുതുതായി എന്താണ് പഠിക്കാനുള്ളത്? യഥാർത്ഥത്തിൽ ഈ പറയുന്നതൊന്നും അല്ലല്ലോ. കേരളത്തിന് പാകമല്ലാത്ത ഒരു പദ്ധതിയാണ് PM ശ്രീയിലൂടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് അത് മരവിപ്പിച്ചതും നിർത്തിവെച്ചതും അത് പഠിക്കുവാനും പരിശോധിക്കുവാനും കമ്മിറ്റി വെച്ച് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാതെ ഫ്രീസ് ചെയ്തു വെച്ചതും. അതിനകത്ത് കൂടുതൽ പഠിക്കാനൊന്നുമില്ല. ഒന്നാമത്തെ പില്ലർ തന്നെ, അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പാക്കുക എന്നുള്ളതാണ്. അത് ഘട്ടം ഘട്ടമായി കേരളവുമായി ചർച്ച ചെയ്ത് നടപ്പാക്കുന്ന ഒന്നല്ല, അതിനകത്തെ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയിൽ ഒന്നാമത്തെ ഇനം NEP നടപ്പാക്കുക എന്നുള്ളതാണ്. അതിനെ മറച്ചു വെച്ചുകൊണ്ട്, അത് മൂടി വെച്ചുകൊണ്ട് PM ശ്രീ എന്നുള്ളത് ഒരു പ്രൊജക്റ്റ് മാത്രമാണ്. 2022 മുതൽ 27 വരെ കാലാവധിയുള്ള, ഇനി കേവലം 9 മാസം മാത്രം ആണ് ആ പ്രൊജക്റ്റിനുള്ള കാലാവധി. ആ ഇനത്തിൽ പണമൊന്നും ലഭിക്കാനില്ല. ഇവിടെ സൂചിപ്പിച്ചത് ശരിയാണ്. PM ശ്രീ ഇനത്തിലല്ല നമുക്ക് പണം. PM ശ്രീയുടെ പേര് പറഞ്ഞ് കേരളത്തിന് അർഹമായ വിദ്യാഭ്യാസത്തിനുള്ള കേന്ദ്രവിഹിതം തടഞ്ഞു വെക്കുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതിലും പൊരുത്തക്കേടുണ്ടല്ലോ. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പണം കിട്ടിയെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ PM ശ്രീ കേരളത്തിൽ നടപ്പായി തുടങ്ങി, സ്കൂളുകൾക്ക് ആവശ്യമായ പണം കിട്ടിത്തുടങ്ങി എന്നാണല്ലോ. അങ്ങനെ വന്നിട്ടേ ഇല്ലല്ലോ. അത് SSKയുടെ പണമാണ്. പിന്നെ താങ്കൾ പറയുകയുണ്ടായി SSKയുടെ ഫണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന്. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്, അത് ഓരോ ഹെഡിലും പറയുന്നുണ്ട്, ഓരോ വർഷവും എങ്ങനെയായിരുന്നു SSKയ്ക്ക് പണം അനുവദിച്ചിട്ടുള്ളത് എന്നത്. സമഗ്ര ശിക്ഷ കേരളത്തിന് അതിൽ നൽകാൻ കഴിയാതെ പോയതിൻ്റെ കാരണം വ്യക്തമാക്കിയിരുന്നത് കേരളം ബില്ലുകൾ നൽകിയില്ല എന്നാണ്. റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് നൽകുന്നതിന് വേണ്ടി ബില്ലുകൾ നൽകിയിട്ടില്ല എന്നതാണ്. അപ്പോൾ അതാണ് കാരണം, അതല്ലാതെ PM ശ്രീയിൽ ഒപ്പുവെക്കാത്തത് കൊണ്ടല്ല. ബഹുമാന്യ മുഖ്യമന്ത്രി ആ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചത് ചില കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം, ഇത് മരവിപ്പിച്ച കത്ത് ഇതുവരെ കണ്ടില്ല എന്നുള്ളതാണ്. നവംബർ 12-ാം തീയതി അന്നത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി IAS അയച്ച കത്ത് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്രീസ് ചെയ്തുകൊണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്, ഇതിൽ എതിർപ്പുകളുണ്ട്, ഇത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഒരു ഉപസമിതിയെ വെച്ചിട്ടുണ്ട്, ഈ പദ്ധതിയുമായി ഈ പ്രൊജക്റ്റുമായി മുമ്പോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി ഒപ്പുവെച്ചു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഫ്രീസ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ സെക്രട്ടറി അയച്ച കത്ത് നവംബർ 12-ാം തീയതിയുടെ കത്ത് 2025 നവംബർ 12-ാം തീയതി മറച്ചുവെക്കാൻ ആർക്കും കഴിയില്ല. ഒന്ന്, കേരളത്തിൽ ഇതിൻ്റെ ഇനത്തിൽ പണം വാങ്ങി എന്ന് പറയുന്നു, തെറ്റാണ്. പണം ലഭിച്ചത് സമഗ്ര ശിക്ഷ കേരളക്കാണ്. സമഗ്ര ശിക്ഷ കേരളക്ക് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഭാഗമായി ലഭിക്കേണ്ടുന്ന, അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ നടപ്പാക്കുന്നതിന് വേണ്ടി ലഭിക്കേണ്ടിയിരിക്കുന്ന പണം, അതിൻ്റെ ഒരു ഗഡു മാത്രമാണ് 98 കോടി കഴിഞ്ഞ തവണ ലഭിച്ചത്. ഈ വർഷവും ലഭിച്ചിട്ടുണ്ട്, 250 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. അതൊന്നും PM ശ്രീയുടെ പണമല്ല. സമഗ്ര ശിക്ഷ കേരളയ്ക്ക് PAB മീറ്റിംഗ്, പ്രൊജക്റ്റ് അപ്രൂവൽ ബോർഡിൻ്റെ യോഗം ചേർന്ന് അംഗീകരിച്ചു കൊടുത്ത തുകയാണ് ആ ഇനത്തിലെല്ലാം വന്നിരിക്കുന്നത്. അത് ഈ PM ശ്രീ ഇനത്തിലാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്, അത് കേരളീയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢമായ ശ്രമമാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞ വാക്കിൽ നിന്നും ഞങ്ങൾ അന്നും ഇന്നും ഒരേ നിലപാടിലാണ്. PM ശ്രീ
എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? നിങ്ങളത് പറയുമ്പോൾ CPI ആണ് കേട്ടോ. CPI ആണ് അന്നും ഇന്നും ഒരേ നിലപാടിലുള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്ന നയം കേരളത്തിന് പാകമല്ല. മുൻ വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നും ഞങ്ങൾ വലിയ എതിർപ്പ് PM ശ്രീക്കെതിരെ കഴിഞ്ഞ സർക്കാർ സമയത്ത് ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് കഴിഞ്ഞ സർക്കാരാണ്. രഹസ്യമായാണ് പോയി ഒപ്പിട്ടത്. മന്ത്രിസഭയിൽ പോലും തീരുമാനമെടുക്കാതെയാണ് ഒപ്പിട്ടത്. പിന്നീട് അത് തിരുത്തേണ്ടി വന്നത് CPIയുടെ എതിർപ്പ് കാരണമാണ്. അതുകൊണ്ടാണ് ഈ കത്ത് അന്ന് ശ്രീമതി വാസുകി കേന്ദ്ര സർക്കാരിന് നൽകിയതും ഇത് മരവിപ്പിച്ച് നിർത്തുന്നതിന് ആവശ്യമായി. അങ്ങനെ ഒരു കത്തുണ്ട്. ആ കത്തില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് തെറ്റാണ്, താങ്കൾ പറയുന്നത് പോലെ. അപ്പോൾ ഇത് CPIയുടെ എതിർപ്പാണ് അവിടെ ഉണ്ടായത്. UDF പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ CPM-ഉം ഇക്കാര്യത്തിൽ നിലപാടുകളിൽ മാറ്റം വരുത്തുകയാണ് ഉണ്ടായത്. ഇപ്പോൾ CPM വീണ്ടും കാരണം പറയുകയാണ് ഞങ്ങളിതിനെ വലിയ രീതിയിൽ എന്തോ എതിർക്കുകയാണ് എന്ന്. അപ്പോൾ ഫണ്ട് എല്ലാവർക്കും വേണം, ഈ രണ്ട് സർക്കാരുകൾക്കും ഫണ്ട് വേണം, പക്ഷേ അവിടെ കാവ്യവൽക്കരണമാണെന്ന് ഉറക്കെ പറയുകയും വേണം. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത് പണിക്കർ, അതാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണ്. പക്ഷേ ലീഗ് ഇതിൽ എതിർപ്പ് ഉന്നയിക്കും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. അറബിക്കടലിൽ തള്ളണമെന്നൊക്കെ വീരവാദം മുഴക്കിയതാണ്. PM ശ്രീയെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ വന്നിരിക്കുകയാണല്ലോ. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഈ PM ശ്രീയിൽ ഇനി അവശേഷിച്ചിരിക്കുന്ന 10 മാസം മാത്രമാണ്. അപ്പോൾ ഈ 10 മാസം കൊണ്ട് ഈ പറയുന്ന ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകൾ ഐഡന്റിഫൈ ചെയ്യുക, അവയ്ക്ക് ആവശ്യമായ പണം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുക, ഇതൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ. സമിതിയെ വെച്ചിരിക്കുകയാണ്. ആ സമിതിയുടെ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ എത്ര സമയം പിടിക്കും? അപ്പോഴേക്കും ഈ PM ശ്രീ പദ്ധതിയുടെ കാലാവധിയും കഴിയും. പിന്നെ എന്താണ് ഇപ്പോൾ ഇത് തുടരാം എന്ന രീതിയിലേക്ക് തീരുമാനം വരുവാൻ കാരണമായിട്ട് താങ്കൾ കാണുന്നത്? അത് LDF സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ളതാണോ? CPM-നെ പ്രത്യേകിച്ച് നിങ്ങളങ്ങനെ ചെയ്തു പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് തുടരേണ്ടി വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് LDF-ന്റെ തലയിലിടുവാനുള്ള പ്രത്യേകിച്ച്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.